അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരുന്ന ഒരു ലൈംഗിക ഉത്തേജക മരുന്നിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിനു മുമ്പും ഇതുപോലെ ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന പല പ്രൊഡക്റ്റുകളും നമ്മുടെ കേരളത്തിൽ ട്രെൻഡിങ് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും വിപണിയിൽ ലഭ്യമാണ്. ഇത് ഉപയോഗിക്കാമോ എന്ന് പലരും ചോദിച്ചിരുന്നു. ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നിരവധി കിതാബുകളിൽ ഈ വിഷയ സംബന്ധമായി അവർ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല, അനുവദിക്കപ്പെട്ടതാണ്. എന്നാൽ ചെറുപ്പക്കാരായ ആളുകൾ, ഇത്തരത്തിൽ യാതൊരുവിധ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ആളുകൾ ഒരിക്കലും ഇത്തരം പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാവും നന്നായിരിക്കുക. കാരണം ഇതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചോ സൈഡ് എഫക്റ്റുകളെക്കുറിച്ചോ നമുക്ക് യാതൊരു ധാരണയും ഒരു ഉറപ്പുമില്ല. ഒരുപക്ഷെ ഇത്തരം മരുന്നുകൾ തുടക്കത്തിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് പിന്നീട് അതില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഒരുപക്ഷെ നമ്മൾ എത്തിച്ചേർന്നെന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതിന് അഡിക്റ്റ് ആകുന്ന ഒരു ശീലം ഒരുപക്ഷെ ഭാവിയിൽ നമുക്ക് ഉണ്ടായെന്ന് വരാം. ഇതുകൊണ്ട് ഒരു പ്രശ്നവുമില്ലാത്ത ചെറുപ്പക്കാരായ ആളുകൾ പരസ്യങ്ങളിൽ പറയുന്നത് കേട്ടുകൊണ്ട് അതിൽ വീണുകൊണ്ട് ഒരിക്കലും ഇത്തരം മരുന്നുകൾക്ക് പിറകെ പോകരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നിരവധി ഹദീസുകളിൽ കാണാം, ലൈംഗികപരമായി നിങ്ങൾക്ക് വല്ല തകരാറുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈത്തപ്പഴം കഴിക്കാം, അതുപോലെ തന്നെ ബദാം കഴിക്കാം. ഇങ്ങനെ ഒരുപാട് ഡേറ്റ്സുകൾ നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണത്തിൽ നമ്മൾ കലർത്തിയാൽ, ഇത് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കൂടെ കഴിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകും. യാതൊരുവിധ പാർശ്വഫലങ്ങളും ഉണ്ടാവുകയില്ല, ഒരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകളും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ധാരാളം പ്രോട്ടീനും അതുപോലെ തന്നെ വൈറ്റമിനുകളൊക്കെ അടങ്ങിയതാണ് ഇത്തരം ഡേറ്റ്സുകൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രകൃതിദത്തമായി തന്നെ ഇതിന് ഒരു പരിഹാരം ഹദീസുകളിൽ നിർദ്ദേശിച്ചെന്നിരിക്കെ ഇത്തരം മരുന്നുകൾക്ക് യാതൊരു ഉറപ്പുമില്ലാത്ത, യാതൊരു ഗ്യാരണ്ടിയുമില്ലാത്ത ഇത്തരം മരുന്നുകൾക്ക് പിറകെ പോകാതിരിക്കുന്നതാവും ഏറ്റവും നല്ലത്. ഏതായിരുന്നാലും ഇത്തരം പ്രശ്നങ്ങളുള്ളവർ കൃത്യമായി ഡോക്ടറെ കാണിച്ച് അവർ നൽകുന്ന മരുന്നുകൾ മാത്രം കഴിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്ന് തന്നെയാണ് നല്ലൊരു മാർഗം. എന്നാൽ ഇസ്ലാം ഇത് അനുവദിച്ചിട്ടുണ്ട്. ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമോ തകരാറോ ഇല്ല, അനുവദിക്കപ്പെട്ട കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.